ഇല്ലേ മീഡിയക്കാര്? അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ. ഇതാണ് ഒരു റിലേഷൻഷിപ്പ്. രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ. ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും, ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആവണം. ഇത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ സിനിമയിലോട് വരുമ്പോഴും പ്രത്യേകിച്ച് സിനിമ പല മാർഗങ്ങളാണ് സമൂഹത്തിന് നല്ലത്, ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കൽ പോലും നല്ലത് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ ഇങ്ങനെ മെസ്സേജ് വന്നത് എന്തെങ്കിലും മാറ്റം വരുന്നത് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെക്കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിലൊരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായെന്ന് ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോൾ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പോൾ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്ന് വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ട്രിഗർ ചെയ്തു, അത്രയേ ഉള്ളൂ. സൊസൈറ്റിയിൽ അങ്ങനെയുണ്ടോ? സ്ത്രീകൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ അങ്ങനെ നേരിടുന്നതാണോ? ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ നേരിടുന്നില്ല. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എൻ്റെ മെയിൽ ഫ്രണ്ട്സാണ്. മെയിൽ ഫ്രണ്ട്സും ഉണ്ട്, ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ട്. ഐ തിങ്ക് കുറേ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട്, സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിടണമെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളുടെ നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നിയമങ്ങൾ വരെ കൂടുതൽ ഫേവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ കൂടും, പിടിച്ചു മാറ്റും. പക്ഷെ ഒരു പുരുഷനാണ് തല്ലുകൊള്ളുന്നതെങ്കിൽ അവിടെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്ന ആളുകളും അതെന്താണ് സംഭവം, എന്തിനാണ് ഇങ്ങനെ അടികൊള്ളുന്നത്, ഇതൊക്കെ തിരക്കിയിട്ടായിരിക്കും പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സിനിമ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് നേട്ടം അല്ലെങ്കിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്? ഇനി എന്താണ് ഒരു സ്ത്രീയെ തല്ലിയ ഉടനെ വന്ന് പിടിച്ചു മാറ്റുന്ന ഷുവറാണോ? ഞാൻ ഇന്ത്യ ഒട്ടാകെ പറഞ്ഞില്ല, കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന സാധാരണ ആളുകൾ എന്തായാലും പിടിച്ചു മാറ്റും. നമ്മുടെ സിനിമയിൽ അജിത്തേട്ടൻ വൈഫിനെ ഉപദ്രവിച്ചപ്പോൾ ആരാ പിടിച്ചു മാറ്റാൻ ചെന്നേ? സിനിമയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ല പൊതുവെ
ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് നമ്മൾ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളല്ലേ പറയുന്നത്? അല്ല, അങ്ങനെ അല്ലേ? അത് നിങ്ങളുടെ അഭിപ്രായമാണ്, എല്ലാവർക്കും ആ അഭിപ്രായം ആവണമെന്നില്ല. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ അല്ലേ? അത് എല്ലാവർക്കും ആ അഭിപ്രായം ആവണമെന്നില്ല. ഓക്കെ, എന്തായാലും ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും, ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പല സമയങ്ങളിലും നമ്മൾ നമ്പായിട്ടാണ് ഇരിക്കാറുള്ളത്. അതായത് സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാലും ഒരു ഫാമിലിയിലാണ് ആ അടി നടക്കുന്നതെങ്കിൽ അത് അവർ തമ്മിലുള്ള കാര്യമാണ്, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയ്ക്കുണ്ട്. ഇല്ല, അദ്ദേഹം ചോദിച്ചതിന്റെ അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ അതായത് ഇപ്പൊ ഒരു സ്ട്രീറ്റ്സിലായിട്ട് ഇപ്പൊ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കെതിരെ ഒരു എന്തെങ്കിലും അഭ്യസിക്കുന്ന അപ്പോൾ അത് ക്ലിയർ ആയിരിക്കില്ല. അപ്പം ആ വിക്ടിമിന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും വെളി വരത്തില്ല. പക്ഷേ ഈ നടന്ന സംഭവത്തിൽ നമ്മളൊരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും കൂടിയാണ് അതെ അതെ അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് വീട്ടിന്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവത്തില് ഇപ്പൊ അഞ്ചു പറഞ്ഞ മാതിരി തന്നെ വീട്ടിന്റെ അകത്ത് നടക്കുമ്പോ അത് അവര് തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കുറെ മോർ ഓപ്ഷൻ ദാൻ നോട്ട് സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും കാണാറില്ലല്ലോ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട്, അബ്യൂസീവ് റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നത് തന്നെ പലപ്പോഴും കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും, ആഫ്റ്റർ ദേ ലിവ്ഡ് ഇൻ ദോസ് മാരേജസ്. എന്നിട്ട് അവരുടെ ഫാമിലിക്കും അറിയാം അവർ ഇങ്ങനത്തെ ഒരു ഇതിലാണെന്ന്, ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് അറിയാം അവർ ഇങ്ങനത്തെ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണ്. എന്നിട്ടും അവർ പറയാം ഈ സൊസൈറ്റി എന്ന് പറയും വേണം നമുക്ക് പറയണ്ട, യുനോ അങ്ങനെ പറയണ്ട. അപ്പം ഇങ്ങനത്തെ ഈ സ്റ്റോറിയുടെ കുറെ സൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കുറെ സൈഡ്സ് കണ്ടിട്ടുണ്ട്. സോ ദെൻ ഐ ഫീൽ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനുള്ള ഒരു അത്രയും ഒരു വിഷൻ എനിക്കില്ല. പക്ഷെ ഐ ഹോപ്പ് ഇത് കുറെ കോൺവെർസേഷൻസിന് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ അയ്യോ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാൽ മതി, ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഹുഎവർ ഈസ് ലിവിങ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവരുടെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് മാറിയാൽ ഈ സിനിമ സക്സസ് ആണെന്ന് ഞാൻ പറയും. ഇപ്പം ഈ ലിജോ ചെയ്ത ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരിക്ക് മകളുണ്ട്, വർഷങ്ങളായിട്ട് അജിത്തേട്ടന്റെ ആ ഒരു ടോർച്ചർ സഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരിക്ക് ഇത് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാവാതിരിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരുടെ സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ തന്നെ നിൽക്കുന്നത്. ധന്യ ചേച്ചി അവിടെ തന്നെ നിൽക്കുന്ന അതുകൊണ്ടായിരിക്കും. അപ്പം ധന്യ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുന്ന ഇപ്പൊ മുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ധന്യ ചേച്ചിക്ക് ആ ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത്. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മൂവ്, പുള്ളിക്കാരിയുടെ ലൈഫിന് വേണ്ടിയിട്ട് ഒരു മൂവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീഡ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ണി എന്ന് പറയുന്ന വിളിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ്. അപ്പം ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഈ മൂവിക്കകത്ത് പറയുന്നുണ്ട്. ആ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ അല്ല വന്നത്, ആ ഒരു സപ്പോർട്ട് കിട്ടിയത്. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഈ സിനിമ കണ്ടിട്ട് രണ്ട് രീതിയിൽ മാറാനുള്ള ചാൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ജസ്റ്റ് ഓക്കെ ലൈക്കിനോ ഡെയിലി ബേസിസ് വളരെ ബിസി സ്കെഡ്യൂളിൽ പോകുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാനും അടുത്തിടപഴകാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതെനിക്കൊന്ന് ഫീൽ ചെയ്തു. ലൈക്ക് അറിഞ്ഞുകൊണ്ടല്ല അവരുടെ റിലേഷൻഷിപ്പ് മോശമായിക്കൊണ്ടിരിക്കുന്നത്, സ്കെഡ്യൂള് കാരണമാണ്. മോർണിംഗ് ടു ഈവനിങ് ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ വീട്ടിലെ വർക്കുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അവർ തമ്മിൽ ജീവിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെയുള്ള വുമൻസ് അവരൊന്നും കൂടി അവരുടെ ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, അബ്യൂസ് ചെയ്യപ്പെടുന്ന ലേഡീസ് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് കംഔട്ട് ചെയ്യണം, എങ്ങനെയാണോ ധന്യ കംഔട്ട് ചെയ്യുന്നത്, എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാറ്റഗറി ഏറ്റവും നല്ല ഫാമിലി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ മനോഹരമായ ജീവിതമാണ് അവരുടെ എന്നാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് പേഴ്സണലി. ഈ സമൂഹത്തിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയില്ല. കാരണം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഭയക്കുന്നത്, എന്തിനെയാണ്, അല്ലെങ്കിൽ അവരിനി
ഇങ്ങനെയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരണ്ടേ? അപ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയുന്നത്? ഭയക്കുന്നത് ഒന്ന് ഫാമിലി ഉണ്ടാവാം, അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി. രണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി. അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആവണം. അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ധന്യ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. I also think social conditioning എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി ഇതാണ് തെറ്റ്. അപ്പോൾ ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ, അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കേസിന് പോവാത്തത്? ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ്, അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. ബിക്കോസ് സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്ന വളരെ നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് ഐഡന്റിറ്റി വേണം, സ്വന്തമായിട്ട് ജോബ് സെക്യൂരിറ്റി എപ്പോഴും വേണം. തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ്. അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ഇനി ഒരാളെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യണം, എനിക്ക് ഫാമിലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പിന്നെ എന്തിനാണ് ഒരു ഫാമിലി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്ന അനുസരിച്ച് ഫാമിലി വാല്യൂ കുറയുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഒരു ചെറിയ പ്രശ്നത്തിൽ ഒന്ന് പറയാൻ രണ്ടിനും ഡിവോഴ്സ് പോവാ. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാനും ഇതിനെക്കുറിച്ച് കുറെ ആലോചിച്ചിട്ടുണ്ട്. വാട്ട് ഈസ്, അപ്പൊ എന്താണ് ഒരു റിലേഷൻഷിപ്പ്? രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ? അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ ഇതിൽ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, റെസ്പെക്ട് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു മാരീഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയണത്, അത് എന്ത് റിലേഷൻഷിപ്പും ആയിരിക്കട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവിടെയും ഒരു റെസ്പെക്റ്റും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും. അപ്പം അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ എസ് പീപ്പിൾ. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ, ആ ഒരു ഇത് വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു കാൺട്ട് ലിവ് ടുഗെദർ, യു കാൺട്ട് ലിവ് ടുഗെദർ. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യമാണ്, ഇറ്റ്സ് ബെറ്റർ ടു ഹാവ്, ഐ മീൻ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് 2 ഹാപ്പി പേരൻസ് ദെൻ 2 അൺഹാപ്പി, എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ്. അപ്പൊ ആ കുട്ടിക്ക് 2 അച്ഛനും അമ്മയും ഒന്നിച്ചല്ല എന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് ഇസ് വാച്ചിങ് 2 വെരി ഹാപ്പി പീപ്പിൾ. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്. ഡിവോഴ്സ് റേറ്റ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം. അതിന് ഐ ഗെസ് നമ്മൾ ഇനി വേണ്ടി ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോൾ, അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാണ്ട്സും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വാണ്ട്സും നീഡ്സും അറിയാം. അതന്നെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ കഥാപാത്രം പുള്ളിക്കാൻ പോസിറ്റീവ്സ് ഒക്കെ, ഒരാൾക്ക് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പുള്ളിക്കാൻ പോസിറ്റീവ് ഷെയ്ഡുകൾ മാത്രമേ കാണിക്കുള്ളൂ, നെഗറ്റീവ് ഷെയ്ഡ് പെർഫെക്റ്റ് ആയിട്ട്. ഒരു നോർമൽ ഒരു സൊസൈറ്റിയിലെ കാര്യം വെച്ചാൽ നമ്മുടെ ഒരു റിലേഷനിലുള്ളപ്പോൾ ബെസ്റ്റി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഒരു ഫീമെയിൽ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് മറ്റൊരു ആൺസുഹൃത്ത് മിണ്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ജെലസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പം ഇതിനകത്ത് ഒരു ഉണ്ണിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ കാണിക്കുള്ളൂ. ഇപ്പം താങ്കളുടെ കഥാപാത്രം ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അവരുമായിട്ട് കമ്പനി ആവാത്ത, പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇവരുമായിട്ട് മാത്രമാണ് ഉണ്ണി കമ്പനി ആവുന്നത് എന്നൊരു പറയുന്നുണ്ട്.
ചെറിയ പറയാ അത് നോർമലി ചിന്തിക്കുമ്പോൾ അജിത്തിന്റെ ഭാഗത്ത് ഒരു ഇതില്ലേ, കാരണം അവരുടെ ഫാമിലിയിലേക്ക് ഉണ്ണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം പെട്ടെന്ന് വന്ന് പുള്ളിക്കാരനെ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഉണ്ണി അതെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ചിന്തിച്ചൂടെ? ചിന്തിച്ചോളൂ. അങ്ങനെ ശരിക്കും അല്ല, ഞാൻ കോമഡി ആയിട്ടല്ല പറയുന്നത്, അത് കറക്റ്റാണ്. അത് അജിത്ത് ലൈക് സുരാജ് ഏട്ടൻ പ്രൊമോഷൻസിന് ഇരുന്നപ്പോ സുരാജ് ഏട്ടൻ അജിത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് സുരാജ് ഏട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഹാപ്പി ഫാമിലി ലൈഫിൽ വേറൊരാൾ വന്ന് കയറുമ്പോൾ അത് അജിത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. അജിത്ത് വാസ് ഇൻ എ ഹാപ്പി മാരിഡ് ലൈഫ്, ധന്യക്ക് ഹാപ്പി മാരിഡ് ലൈഫ് ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് അജിത്തിന്റെ വ്യൂ പോയിന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അജിത്തിന്റെ വ്യൂ പോയിന്റിൽ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഫാമിലിയിലേക്ക് കയറി വന്നപ്പോ കൊളാക്കി. പക്ഷെ കൊളായോ ചോദിച്ചാൽ എന്റെ പെർസ്പെക്റ്റീവ് കൊളായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അജിത്തിന് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി മാരീഡ് ലൈഫാണ്. വാട്ട് അബൌട്ട് ധന്യ? അപ്പൊ ധന്യയുടെ അടുക്കൽ പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിയാണ് ഉണ്ണി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അതിനെ കൺസിഡർ ചെയ്തൂടെ? അതെ, അപ്പൊ ധന്യ അടിച്ചു കൊടുക്കണ്ടേ? അജിത്തിന്റെ പെർസ്പെക്റ്റീവില് ധന്യയുടെ ഫ്രണ്ട്സുമായിട്ട് അതേ ഫീമെയിൽ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നല്ല വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ നടക്കുന്നില്ലല്ലോ. അതിനകത്ത് സിനിമ കണ്ടില്ലേ, അതിനകത്ത് അങ്ങനെ നടക്കുന്നില്ലല്ലോ. അജിത്തിന്റെ പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പൊ അവര് അജിത്ത് വിശ്വസിക്കുന്ന അജിത്തിന്റെ സർക്കിളിൽ എന്നും കരയുകയും വളരെ സങ്കടപ്പെട്ട് ജീവിക്കുകയും അൺഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വൈഫാണ് ധന്യയെന്ന് എല്ലാ സീനുകളിലും കാണിക്കുന്നുണ്ട് ഇല്ലേ? വീട്ടിനകത്ത് നടക്കുന്നത്, വീട്ടിന് പുറത്തുള്ളതാണ്. ഇതേ വീട്ടിനകത്ത് തന്നെ റൂഫ് ടോപ്പിൽ നടക്കുന്ന ഒരു വെള്ളമടി പാർട്ടിയുണ്ട്. അതിനകത്ത് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത്, ട്രെയിലറിൽ പറയുന്നുണ്ട്, ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഉപ്പചാക്ക് തലയിൽ വെച്ച് തൃശ്ശൂർ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് കേട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രയും സഹിക്കുന്നുണ്ട് ധന്യ എന്ന് പറയുന്ന ക്യാരക്ടർ. മോൾക്ക് വേണ്ടിയിട്ടാണത്. ഇപ്പം പറഞ്ഞ് അജിത്തിന്റെ ക്യാരക്ടർ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ധന്യയുടെ ക്യാരക്ടർ കരയുവാണ്, വിഷമിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ധന്യന്മാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ശരിക്കും ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഭർത്താവിന്റെ കയ്യിലാണോ, അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? ഭർത്താവല്ല, ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ? അതാണ് പറയാൻ വരുന്നത്. അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ. ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളുടെ പേരൻസിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറെ ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല. ലിജോ പറഞ്ഞ പോലെ അതൊരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ്. പക്ഷേ ഇപ്പം പഠിപ്പുണ്ടെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇപ്പം ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം, സ്ത്രീയോട് ആദ്യം പറയാം സഹിക്കുക, അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതും വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് ആ ഒരു എന്താ പറയുക ഒരു മെച്യൂരിറ്റി ഉണ്ടാവില്ല ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. അപ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പാരന്റിങ് അവസാനം കുട്ടീനെ കൂടെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് തന്നെ നമ്മുടെ ക്യാരക്ടർ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഒരു സംശയം സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് ഈ സിനിമ സ്ത്രീപക്ഷമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ സിനിമ എൻ്റെ കുട്ടിയുടെ ഒപ്പം ഞാൻ പോയിട്ട് കാണുമ്പോൾ 5-6 വയസ്സുള്ള എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ കാണുമ്പോൾ അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്നത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ക്രീം ലെയറിൽ നടക്കുന്ന ഇതിലാണ്. അത് നമ്മൾ ആ സിനിമയിൽ കാണുക, അതിനെ നോർമലൈസ് ചെയ്യുക. ഈ കുട്ടി വിചാരിക്കുക, എൻ്റെ മകൻ വിചാരിക്കുക ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുകയും അവരതിനെ നോർമലൈസായി കാണുകയും ചെയ്യുന്ന ഒരു ആ മട്ടിലൊരു സ്ത്രീയുടെ സിനിമയല്ലേ? നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ എവിടെ അങ്ങനെ കാണിക്കുന്നില്ല. സൗണ്ടുകൾ കൊണ്ടും ഈ പടിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും നോർമലൈസ്ഡ് ആവത്തില്ല. ബിക്കോസ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം എന്ന് കാണുന്നുണ്ട്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ ചക്കിക്കും അത്രയും വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്ങനെ അതാണ് ചോദ്യം. ഇതിനെ
ഗ്ലോറിഫൈ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലും ഇതുണ്ട് എന്ന് ഒരു സൂചന. കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു ലെസ് ദാൻ 5% ആളുകൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുന്നത്. ഒരു ക്രീം ലെയർ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ ഇത് ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള 95% കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാക്കിയിട്ടുണ്ട്. എങ്ങനെ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞത് എല്ലാ ഇപ്പം അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ്സിനൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താ ശ്രുതിയും ബിജുചേട്ടനും ചെയ്ത അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കുട്ടികൾക്ക് അത് എന്നും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരൻസ് മീറ്റിങ്ങിന് അവർ ഒരുമിച്ച് വരുന്നു. അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്നും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നതും പ്രശ്നമില്ല എന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം എനിക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the sad truth is that ആ 5 ഫ്രണ്ട്സിൽ 3 പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ആൻഡ് ആ 3 ഫ്രണ്ട്സ് എൻ്റെ ഇതേ ഏജ് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയ പഠിത്തം, എനിക്ക് കിട്ടിയ എക്സ്പോഷർ, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ലോകവിവരം, അതൊക്കെ ഉള്ള 3 പേരാണ്. അവർ എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സ് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും സമയമെടുത്തത്? നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, യുനോ ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും തെറപ്പിസ്റ്റ്സ് ആണെങ്കിലും കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഐ തിങ്ക് വെരി ഹൈ IQ ലെവൽസ് ഉള്ള അങ്ങനെ യുനോ കുറെ സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം എന്തുകൊണ്ട് കല്യാണം ആ ഒരു മാരേജിന് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതൊന്നും ഉണ്ടായിരുന്ന മാരേജസ് അല്ല, ഇത് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവര് യുനോ ആ ഒരു മാരീഡ് ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? യുനോ സോ ഇപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കണ്ട ചില കാര്യങ്ങളാണ്. അവിടെ വേറൊരു ചോദ്യം ചോദിക്കാൻ പറയുന്നത്. അപ്പോഴും നടക്കുന്ന സൊസൈറ്റിയിൽ വേറൊരു ഭാഗമുണ്ട്. പുരുഷന്മാർ ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ്. ഒരു സ്ത്രീ പറയുമ്പോൾ കേൾക്കുന്ന ലോയും അല്ലെങ്കിൽ നാട്ടുകാരിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പുരുഷൻ പറയുമ്പോൾ അവരിത് ചുമ്മാ പറയുന്നതായിരിക്കും അതുപോലെ കേസ് ഒരുപാട് പേര് അങ്ങനെ ഫേസ് ചെയ്യുന്നു. ഒരു സ്ത്രീയെ ഫേസ് ചെയ്യുന്ന ഒരു പോലീസിൽ അവിടുത്തെ സിംഗ ഒരു സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഇത് എന്താണെന്നറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡ് ആയി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർക്ക് ഇപ്പോ ഒരു വോയിസ് എങ്ങനെയോ വി ഹാവ് ഫൗണ്ട് ദ വോയിസ് ആൻഡ് അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പക്ഷെ യു ആർ വെരി റൈറ്റ്. ഇത് ആണാണോ പെണ്ണാണോ അതല്ല, വയലൻസ് ഈസ് വയലൻസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. ടു വിച്ച് എവർ സെക്സ് ദിസ് ഇസ് ഹാപ്പനിങ്, ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഈ സിനിമയിൽ ഇത് പറയണു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കഥ പറയണം. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് ഇത്, പിന്നെ ചില കമന്റ്സിൽ കാണുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് ഈ സിനിമ കാണിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടില്ല. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില ഇതില് നമ്മളോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട് ശരിയൊക്കെയാ, പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയെ കാണിക്കില്ല കേട്ടോ എന്ന് നമ്മുടെ തന്നെ 1-2 സുഹൃത്തുക്കൾ സംസാര മധ്യേ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്? നമ്മളുടെ ഈ വിഷയം സിനിമ സംസാരിക്കുന്നതും ഇത്
ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചേച്ചി അതൊക്കെ വളരെ പഴഞ്ചനായിട്ടുള്ള തോട്ട്സ് ആണ്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അത് മെയിലേക്ക് ഒഫൻഡഡ് ആവുന്നുള്ള പേടിയായിരിക്കും ബേസിക്കലി. ഇതൊക്കെ എനിക്ക് ഐ ഡോണ്ട് ഈവൻ വാണ്ട് ടു കോമെന്റ് ഓൺ ഇറ്റ്. കാരണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് വെരി സർപ്രൈസിങ് ടു മീ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ ഫീൽ ലൈക്ക് അതിന് ഫ്യൂവൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീകൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇല്ലാന്ന് പറയാൻ സ്ത്രീകളും പുരുഷന്മാരും ഇതിൽ പറയാം. ഇപ്പോ എന്റെ ഒരു അനുഭവത്തില് ഒരാൾക്ക് ഒരു അടിപിടി കേസായിരുന്നു. അപ്പൊ ആ കേസ് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ പേരിൽ ഈ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു എന്നും മറ്റൊരു കൗണ്ടർ കേസ് കൊടുത്തു. അപ്പൊ ഈ കേസ് പിൻവലിക്കേണ്ടി വന്നു. അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരുപയോഗം ചെയ്യുകയാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ്. ചോദ്യം മനസ്സിലായി. അപ്പൊ ഇത് ഒരു 100 കേസസിൽ ഒരു കേസ് ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്കിയുള്ള 99 കേസസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അയ്യോ അത് ശരിയാണ്, അതൊക്കെ തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞാണ് കോടതിയിൽ എത്തുന്നത്. പക്ഷേ ഈ 14 ദിവസം ഇദ്ദേഹം നിരപരാധിയായ ഇദ്ദേഹം 14 ദിവസം കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും. മുമ്പ് ഒരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ട്രെയിനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ വാർത്ത കണ്ടു കാണും, വലിയ രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലൊന്നും വാർത്ത വന്നിട്ടുമില്ല. അപ്പൊ സ്ത്രീകൾ അവരുടെ ഈ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ സർ ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പോ യെസ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് വേണ്ടേ? അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഒരു ID പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ID പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു പുരുഷന്റെ ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ID വിട്ടോട്ടെ, പ്രശ്നമില്ല. ഒരു കേസ് തെളിയതിന് മുമ്പ് എന്നെ അറസ്റ്റിലാവുന്നു അല്ലെങ്കിൽ ഇന്ന പോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ID കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസിൽ നിരപരാധി എന്ന് പറയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ്. ഇവന്റെ ഈ വ്യക്തിയുടെ ID അവന്റെ വീട്ടുകാരുടെ ID എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ, ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് എത്രത്തോളം ആ വ്യക്തിയുടെ ID പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഇന്ത്യയിൽ വേണ്ടേ? ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം ഒരു ഇന്ററാക്ഷൻ ഞാൻ ഇടപെട്ട് പറയാം. സത്യത്തിൽ എന്നിട്ട് ഇത്രയോ സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൂടുതൽ സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാരെ പേടിക്കുന്നൊന്നുമില്ല. പട്ടാളക്കാരുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ലാന്ന്. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാര് അല്ലേ? നിങ്ങൾക്കത് ചെയ്യാമല്ലോ. കുറച്ചുപേര് എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങൾ സിനിമ ചെയ്യുന്നവരാണ്. സിനിമ കൊണ്ട് സമൂഹത്തിന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദ്യം. ഇത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം, ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും. അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. ഒരു സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇതും അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് തന്നെ ഒരു തീർച്ചയായിട്ടും അതാണ് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ സിനിമകൾ വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങള്. അതായത് ഈ സിനിമ
ഒരു പ്രമേയപരമായിട്ട് മലയാള സിനിമയിലെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്ന വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയം ഇത്ര ഗംഭീരമായി ഒരു വോയിസ്റ്റിനെ ഒരിക്കലും എൻട്രി ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അത് വെച്ചുകൊണ്ട് ചോദിക്കാം, ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്നൊരു 4 സെന്റൻസിൽ പറയാൻ പറ്റും. ഇത് സ്ത്രീകൾ